കൃത്യമായിട്ട് തന്നെ മുസ്ലിയാർ തടി കൊണ്ടു ഡിക്കി വെക്കും അണ്ടിങ്ങനെ കാണ്ടാമൃഗത്തെ പോലെ നോക്കും, അങ്ങനെ എല്ലാം കാണിക്കും. മുസ്ലിയാർ തന്നെ അഭിനയിച്ച് കാണിക്കട്ടെ, കണ്ടോളൂ. ദിക്റുല്ല, ഖുർആനുള്ള ഓത്തുമില്ല. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കണതും അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേ. ഒരയാളെ പശു ചത്താലോ അത് പുറത്ത് ഇങ്ങനെ ചാക്കുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്, ഇയാളെ മയ്യത്തിൻ്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ കേടുവന്ന ഫിയറ്റ് കാറിൻ്റെ ടിക്ക് പൊന്തിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഈ പെരുന്നാൾ മയ്യത്തിന് മുഖത്തൊക്കെ നോക്കി LP സ്കൂളിലെ കുട്ടികൾ മൃഗശാലയിൽ പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരിങ്ങനെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്റില്ല, ഖുർആനത്തിലോ ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യൻ കേട്ടോ, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചുപോയി, പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ. ഇനി നോക്കിക്കോ, പശു ചത്ത എന്താണ്ട അവസ്ഥ? 25 ലിറ്റർ കറവ് തന്നിരുന്ന പശുവാണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും. സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂബക്കർ വരും. വന്നിട്ട് ഓഹോ കിടക്കുന്നത് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ, 10-20 വർഷമായില്ലേ തീറ്റിപ്പോയിട്ടെന്ന്. 25 ലിറ്റർ പാല് തന്ന പശുവാ, നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം. ഇതിൻ്റെയൊക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്. ഇന്നലെയും കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ, എന്ത് ചെയ്യാനാ, റബ്ബർ പാല് കുടിച്ചുപോയി, പടച്ചോന്റെ വിധി. ഈ മരിച്ച ആജിയാരും ഈ ചത്ത പശു തമ്മിൽ എന്ത് മാറ്റാനുള്ളത് ആലോചിച്ച് നോക്ക്. ഇനി മയ്യത്ത് എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ പശു ആണെങ്കിൽ പതിയെ ചാക്ക് എന്നാ എടുക്കല്ലേ, എടുക്കുക, പതുക്കെ കൊണ്ടുപോകും, ഒന്നും പറയൂല, കൊണ്ടുപോയിട്ട് കുഴിച്ചു. സുന്നികളാണെങ്കിലോ എടുക്കല്ലേ, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഖബറിലേക്ക് ഇങ്ങനെ പോകുന്ന, ഇന്ന് പോകുന്നത് നീയാണ്, നാളെ വരേണ്ടവൻ ഞാനാണ്, ഞാനും മരിക്കേണ്ടവനാണ്. ഇന്നലെ നീ പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നടന്നവനാണ്, മയ്യത്ത് കട്ടിലകപ്പെട്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോരന്തരീക്ഷത്തിലെ പോക്ക്. പകരം സുന്നിയല്ലാത്ത മുജാഹിദാണോ? ഇവന്റെ മയ്യത്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്? മുറിച്ചിട്ടിരിക്കുന്ന തേക്കിന്റെ കുറ്റി മില്ലിലേക്ക് എടുക്കുന്ന ലാഘവത്തോടെ. മരം മുറിച്ചിട്ട മില്ലിലേക്ക് എടുക്കാൻ എങ്ങനെ? അവിടെ പിന്നെയും ദിക്റ് ചൊല്ലും, കലാസികൾ വന്നിട്ട് അങ്ങനെയൊക്കെയാണ്. ഇതും ഇല്ല. അതേസമയത്ത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ ഉള്ളില് ഫോറസ്റ്റ് അധികൃതർ കാണാതെ നല്ല തേക്കിന്റെ തടികൾ അത് പുഴയിലേക്ക് ഇറക്കുന്ന പോലെ മിണ്ടാതെ പതുക്കെ കൊണ്ടുപോലെ ഇടുക്ക ശവം പതുക്കെ എടുക്കുന്നു, പതുക്കെ കട്ടുകൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു. ഉമ്മമാര് ചിന്തിച്ചോ, എത്ര സങ്കടകരമായ അവസ്ഥയാണ്. മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഒരു പ്രാർത്ഥന കിട്ടാൻ, മരിച്ച് കബറമ്പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഒരു ചത്ത കോഴിക്കുഞ്ഞിനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിങ്ങി പോരുകയല്ലേ. സുന്നികളാണെങ്കിലോ കൊണ്ടുപോയിട്ടെങ്കിൽ മറമാടിയിട്ട് പോരാൻ തോരണില്ല. പിന്നെയും തസ്ബീഹ് ചൊല്ലി, പിന്നെയും മണ്ണ് വാരിയിട്ട്, പിന്നെയും നിശാങ്കല്ല് കുത്തി, പിന്നെയും വെള്ളം ഒഴിച്ചു, പിന്നെയും ചെടി കുത്തി വെച്ചു, വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു. യാ അബ്ദുല്ലാഹ് ഇവനമത്തില്ല തുടങ്ങി അങ്ങനെ തുടങ്ങിയിട്ട് വല്ലാതെ തലക്കീനോതി കൊടുത്തോ. അത് കഴിഞ്ഞിട്ടും പോരാ തോന്നുന്നില്ല. വീണ്ടും പ്രാർത്ഥന തന്നെ, പോരാൻ തീരുമാനമില്ല.